കാലത്ത് എനിക്ക് വിളക്കോളത്തിലൊക്കെ കഴിഞ്ഞിട്ട് സാമ്പ്രാണി പോച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പൊന്നമ്പടിയുടെ അംഗനവാടിയിലത്തെ അവസാന ദിവസത്തെ വീഡിയോ ആയിട്ട് ഇടാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ നമുക്ക് തലേ ദിവസം തന്നെ ടീച്ചർ 2 നാളികേരം തന്നയച്ചിട്ടുണ്ടായിരുന്നു, നരച്ച് കൊണ്ടുവരുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നാളികേരമൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നാളികേരം ചിരവിയിട്ട് അത് അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാലത്ത് കഴിക്കാനായിട്ട് നമുക്ക് ബീട്രൂട്ട് ഉപ്പേരിയായിരുന്നു, പിന്നെ മുതിര കുത്തിക്കാച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ 8:30 ആകുമ്പോഴായിട്ട് ടീച്ചർ അംഗനവാടിയിലേക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ 8:30 ആയപ്പോൾ വേഗം ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇത് അംഗനവാടിയിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചറാണെങ്കിൽ അവിടെ സദ്യ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് അടുത്ത് തന്നെയാട്ടോ അംഗനവാടി, 2-3 മിനിറ്റ് നടക്കേണ്ട ദൂരമുള്ളൂ. അപ്പോൾ അതേ വേഗം അംഗനവാടിയിൽ പോയി ഒക്കെ കൊടുത്തിട്ട് വന്നു കഴിഞ്ഞിട്ട് ഏട്ടന് കൊണ്ടുപോകാനുള്ള ഫുഡ് ഞാൻ വേഗം ടിഫിൻ ബോക്സിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചത് പൊന്നമ്പളീനെയും റെഡിയാക്കി ഞാനും റെഡിയായത് ഞങ്ങൾ അംഗനവാടിക്ക് പോയിരുന്നുണ്ട്. അപ്പോൾ പൊന്നമ്പളിക്ക് പട്ടുപാവാടായിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പാവാട അംഗനവാടിയിൽ എത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരും അംഗനവാടി അലങ്കരിക്കണ ഒരു തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അതേ കുട്ടികളുടെ അമ്മമാരൊക്കെ വന്നത് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും പിള്ളേരുകളാണെങ്കിൽ ഇപ്പോൾ ഇവനെടുത്ത് ഓടി കളിക്കായിരുന്നു. പിന്നെ ടീച്ചറും കുട്ടികളൊക്കെ കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മെമ്പർ വന്നിട്ടുണ്ടായിരുന്നു. മെമ്പർ വന്നപ്പോൾ നമ്മുടെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ ടീച്ചർ പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്കും ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള കുട്ടികൾക്കും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊന്നമ്പളിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അംഗനവാടിയിലെ കാര്യങ്ങളൊക്കെ പറയായിരുന്നു കേട്ടോ പുതിയ പാരൻസിനോട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് പായസം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പായസം കുടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ടീച്ചറും കുട്ടികളും കൂടി നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ, ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 1:30 ആയപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടീച്ചർ അവിടെ നിന്ന് ആ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, വീട്ടിലെത്തിയിട്ട് ഓപ്പൺ ചെയ്താൽ മതി, ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യരുത് എന്നിട്ട്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഇതേ ഓപ്പൺ ബാഗ് അതിനെയൊക്കെ കടലാസൊക്കെ ഇങ്ങോട്ട് കീറി പറിച്ച് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അതിനുള്ളൊരു ചെറിയൊരു കറിപ്പാത്രമായിരുന്നു. ഒരു നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കറി കൊണ്ടുപോകാൻ അമ്മീന്ന് കൊണ്ട് എന്നോട് പറയായിരുന്നു കേട്ടോ. അത് കഴിയുമ്പോൾ പിന്നെ ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞിട്ട് ഇത് പൊന്നമ്പളീനെ ഉറക്കാൻ കിടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊന്നമ്പളീനെ ഉറക്കാൻ കിടത്തിയപ്പോൾ അവൾ എന്ത് ചെയ്യുക, എൻ്റെ നെറ്റിയിലത്തെ പൊട്ടെടുത്തിട്ട് അവളുടെ മൂക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ മൂക്കുത്തി കാണാൻ എങ്ങനെയുണ്ട് അമ്മേ, ഭംഗിയുണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു കേട്ടോ. അപ്പം എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പൊന്നമ്പളി ഞാനും കൂടി നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്തോളൂ. ബായ്.